എവിടെ പോയാലും പാനിപൂരി വിട്ടൊരു കളിയില്ല. എവിടുത്തെ പാനിപൂരിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അത് വേറെ എവിടെയല്ല, നമ്മളെ ധനുഷ്കോടിയിലെ പാനിപൂരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടൂർ പോയ ദിവസത്തെ വീഡിയോസ് ഒന്നും ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ധനുഷ്കോടിയത്തെ വിശേഷങ്ങൾ ഈ ഒരു സ്ഥലത്തത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച ധനുഷ്കോടി അല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതാ നമ്മൾ അവിടെയൊക്കെ കണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് ഉച്ചക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡിൻ്റെ കാര്യം ഒരു ലക്കാണ് നമ്മൾ ഇങ്ങനത്തെ നാട്ടിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ എന്നുള്ളത്. ആവറേജാണ്. നമ്മുടെ മധുരയിൽ നിന്നും ബിരിയാണി മധുരത്തെ മട്ടൻ ബിരിയാണി അത്ര അല്ല. ഞങ്ങൾ പിന്നെ എവിടെ പോയാലും സാധാ ചോറാണ് കേട്ടോ തിന്നുന്നത്. പിന്നെ എനിക്ക് ചിക്കൻ ചില്ലിയാണ് എടുത്തിരുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ചില്ലി. പക്ഷേ ചോറും കൂട്ടാനുകളൊന്നും എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അതായത് മധുരയിൽ നിന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഓരോ കുപ്പി വെള്ളം വാങ്ങി ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കാണ്. പിന്നെ ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. നല്ല വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാനുള്ള തോന്നലൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ എന്തായാലും കാണാൻ തന്നെ വേണ്ടേ. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് അവിടെ തൊട്ടനെയായിരുന്നു APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്. അപ്പോൾ അവിടെ ഒന്ന് പോയി. അവിടെ പല സ്മാരകങ്ങളും പിന്നെ പഴയ കാലത്തെ കുറേ ഓർമ്മകളും മൊമെൻറ്റോസ് കാര്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയെല്ലാം കണ്ടു. ഞങ്ങൾ രണ്ടാളും ജസ്റ്റ് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് ഷോ ഓരോന്ന് പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചിരിക്കണത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ബീച്ചിൽ കണ്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ ഞങ്ങൾ പ്ലാനിങ് എല്ലാം തെറ്റി. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. വെയിലിൻ്റെ ചൂട് കാരണം ഇറങ്ങാനേ തോന്നിയിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വീണ്ടും ധനുഷ്കോടി പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ധനുഷ്കോടിയിലെ ബീച്ച് ഒരു ബ്ലൂ കളർ വെള്ളമൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് അവിടെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ നടന്നത് ഇവിടുക്കാണ് കേട്ടോ. ഞങ്ങൾ എൻഡ് ഓഫ് ലാൻഡ് കാണാൻ പോയപ്പോഴേ ബീച്ചിൽ ഇറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് ഇനി 4 മണിക്ക് വരാമെന്ന് പറഞ്ഞ് റൂമിൽ കയറിയതാണ്. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ലോങ് വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റൂം എടുത്തിട്ടുള്ളത് രാമേശ്വരത്താണ് കേട്ടോ. രാമേശ്വരത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇതൊരു കിണറാണ്. ഇത് കടലിലാണ് വരുന്നത്. ഇതിന് കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂല. അത് കുറച്ച് ചരിത്രങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ളത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 ബീച്ചിൽ പോയെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ ഈ ഒരു ബീച്ചിൽ എത്തിയപ്പോഴത്തേക്കും കുറച്ച് ഇരുട്ടായി. പിന്നെ ഇരുട്ടിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് കയറി കേട്ടോ. ബീച്ചിൽ നിന്ന് കയറി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നാണ്. അപ്പോഴാണ് നമ്മൾ മലയാളി സെറ്റിനെ കണ്ടത്. എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടാവും എന്നത് വെറുതെ അല്ല കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചെങ്കിലും ഭയങ്കര കമ്പനി വൈബുള്ള ആൾക്കാർ കേട്ടോ. ഒരു ട്രാവലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഓരും ഞങ്ങളെ പോലെ മധുര ചുറ്റി കറങ്ങിയിട്ടാണ് രാമേശ്വരത്ത് എത്തിയത്. ഇനി ധനുഷ്കോടി പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ മധുരയിൽ ആ ഒരു പാലസിന്റെ കാര്യം പറഞ്ഞപ്പോൾ തിരിച്ചു പോകുമ്പോൾ അവിടെ കയറണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. മധുര പോകുന്നുണ്ട് വിചാരിച്ചിട്ട് എല്ലാവരും ആ ഒരു പാലസ് കാണുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസും കൊടുത്ത് പോയി കാണാൻ പറഞ്ഞു. അത്രയും അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. തിരിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും അവിടെ കയറും എന്നുള്ളത് പോലെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. എല്ലാ കറക്കവും കഴിഞ്ഞ് രാത്രി ഫുഡും കൂടി കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് തിരിച്ചു കയറുന്നത്. എന്തായാലും ഇതിന്റെ ലോങ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാണാൻ മറക്കരുത് കേട്ടോ.